നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? മെമ്മറി യൂണിറ്റിനെ കുറിച്ചിട്ടാണല്ലേ. അപ്പോൾ ഈ മെമ്മറി യൂണിറ്റിൽ നമ്മൾ ആ ഹയറാർക്കി ഒക്കെ പഠിച്ചു. ഹയറാർക്കി പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ആദ്യം ഇവിടെ കുറച്ച് ഏറ്റവും ഹയറാർക്കിയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ടോപ്പിൽ നിൽക്കുന്നതാണ് രജിസ്റ്റേഴ്സ്. ഇതിൻ്റെ സൈസ് നോക്കുക, സൈസ് കുറവാണ്. പിന്നെ വരുന്നതാണ് ക്യാഷ്. ദെൻ പിന്നെ അടുത്തത് ഏതാ വരുന്നത്? റാം ഓർ മെയിൻ മെമ്മറി അല്ലേ. ദെൻ വരുന്നതാണ് ഡിസ്ക്. ദെൻ ഏതാണ്? നമ്മുടെ ടേപ്പ്. അങ്ങനെയാണ് ഹയറാർക്കി വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു. രജിസ്റ്റേഴ്സിൻ്റെ എന്തൊക്കെയാണ് രജിസ്റ്റേഴ്സ് എന്നൊക്കെ പഠിച്ചു. ക്യാഷ് എന്താണെന്ന് പഠിച്ചു. റാമിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. മെയിൻ മെമ്മറി, റോമിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഇനി വരുന്നതാണ് നമുക്കിനി പഠിക്കാനുള്ളതാണ് ഇതൊക്കെ എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ്. ഇതൊക്കെ ഏതാണ്? പ്രൈമറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മളിനി ഇതിൽ വരുന്ന ഈ ഡിസ്കും ടേപ്പൊക്കെ ഇതിലാണ് വരുന്നത്? സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്ന ഡിവൈസാണ്. അപ്പോൾ എന്താണ് ഈ സെക്കൻഡറി എന്നൊക്കെ നമുക്കൊന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഇതാണ് നിങ്ങളുടെ CPU. സപ്പോസ് ഇത് നിങ്ങളുടെ CPU ആണ്. ഇതിൽ എന്തുണ്ട്? കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ദെൻ ALU ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒക്കെ പഠിച്ചു അല്ലേ. പിന്നെ നമ്മുടെ മെയിൻ മെമ്മറി. ഇപ്പോൾ ഇതിൽ സപ്പോസ് നിങ്ങളൊരു പ്രോഗ്രാം എഴുതി add.c. ഈ add.c എന്ന് പറയുന്ന പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്? 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കാനുള്ളൊരു പ്രോഗ്രാം. ഈ പ്രോഗ്രാം നിങ്ങൾ ഇത് സേവ് ചെയ്യുമ്പോൾ നമ്മളത് സേവ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി എവിടെ പോയിട്ടാണ് സേവ് ചെയ്യുന്നത്? സെക്കൻഡറി മെമ്മറിയിൽ പോയിട്ടാണ് സേവ് ആവുന്നത്. സെക്കൻഡറി മെമ്മറിയിൽ ഏതെങ്കിലും ഡ്രൈവിലോ ഏതെങ്കിലും അതിൽ പോയിട്ടാണ് സേവ് ആവുന്നത്. സപ്പോസ് നമ്മുടെ സെക്കൻഡറി മെമ്മറിയാണ്. അപ്പോൾ ഈ add.c എന്ന് പറയുന്ന പ്രോഗ്രാം കിടക്കുന്നത് ഏതിലാണ്? ഇത് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലാണ് ഈ പ്രോഗ്രാം കിടക്കുന്നത്. എപ്പോഴാണോ നിങ്ങൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ സമയത്ത് ഇത് മെയിൻ മെമ്മറിയിലോട്ട് ലോഡാവും. ആ സമയത്ത് മാത്രമേ ഇത് മെയിൻ മെമ്മറിയിലോട്ട് ലോഡാവുകയുള്ളൂ. പിന്നെ മെയിൻ മെമ്മറിയിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ ഫെച്ച് ചെയ്ത് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യാഷൊക്കെ പഠിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാഷൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് അക്കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സിക്യൂഷൻ്റെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്തിനാണ് ക്യാഷൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്? പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. കൺട്രോൾ യൂണിറ്റിന് സ്വന്തമായിട്ട് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടെമ്പററി ഒക്കെ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ യൂണിറ്റിന് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിന് സ്വന്തമായിട്ട് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയാണത് വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി പ്രോസസ്സറുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ സെക്കൻഡറി മെമ്മറിക്കില്ല. സെക്കൻഡറി മെമ്മറിയിൽ ഡാറ്റ എടുത്ത് മെയിൻ മെമ്മറിയിലോട്ട് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ലോഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ മെയിൻ മെമ്മറിയിൽ നിന്നാണ് പിന്നെ കൺട്രോൾ യൂണിറ്റിൽ അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്താണോ ഡിസൈഡ് ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെമ്മറി ഏതാണ്? ഹാർഡ് ഡിസ്ക് എന്ന് പറയും. ഹാർഡ് ഡിസ്ക് അല്ലേ. പിന്നെ യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെമ്മറി ഏതൊക്കെയാണ്? ടേപ്പ് ഉണ്ട്, മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട്, ദെൻ ഒപ്റ്റിക്കൽ ഡിസ്ക്, പിന്നെ അങ്ങനെ ഒരുപാട് നമ്മൾ മെമ്മറി കാർഡുകളും വേറെ ഫ്ലാഷും ഫ്ലോപ്പി ഡിസ്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ 3 സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ കുറിച്ചിട്ടാണ്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സെക്കൻഡറി മെമ്മറി എന്നുള്ളത്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ മെയിൻ മെമ്മറീൻ്റെ പ്രശ്നം എന്താണ്? മെയിൻ മെമ്മറി ഫാസ്റ്റാണ്, പക്ഷെ നമുക്ക് അധികം അതിൻ്റെ സൈസ് ലിമിറ്റഡ് ആണ് അല്ലേ, സൈസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വലിയ ഒരുപാട് ഉള്ള ഡാറ്റ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഫിലിം കാണാണ്, ഫിലിം ബാഹുബലി പറഞ്ഞ ഫിലിം. ആ ബാഹുബലി മൊത്തം ഒരു 1 GB ഉള്ള ഒരു ബാഹുബലി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫിലിം. ഈ ഫിലിം നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതെവിടെ സ്റ്റോർ ചെയ്യുക? സെക്കൻഡറി മെമ്മറിയിൽ, സ്റ്റോറേജിൽ എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഫിലിം നേരെ മെയിൻ മെമ്മറിയിലോട്ട് ഫുള്ള് ലോഡാവില്ല. നമുക്ക് ആദ്യം അതൊക്കെ ഒരു സ്വാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൊക്കെയാണ്. അത് കംപ്ലീറ്റ് ലോഡാവാണ്ട് കുറച്ച് ഭാഗം മാത്രം ഇതിലോട്ട് ലോഡാവും. മനസ്സിലാവുക? നമുക്ക് അറ്റ് എ ടൈം ആവശ്യമുള്ള പോർഷൻസ് മാത്രം ഇതിലോട്ട് ലോഡാവുന്ന ഒരു ചെറിയൊരു വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞൊരു ചെറിയ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. എന്താ പറയുക, ആവശ്യമുള്ളതിനെ ലോഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അതിന് തിരിച്ചിങ്ങോട്ട് തന്നെ വയ്ക്കും. എന്നിട്ട് അപ്പോൾ അടുത്ത പോർഷൻ, ആവശ്യമുള്ള പോർഷൻ എടുത്തിട്ട് അങ്ങോട്ട് ലോഡ് ചെയ്യും. പിന്നെ അങ്ങനെ ഒരു സ്വാപ്പിംഗ് എന്നൊക്കെ പറയും. ഇതിന്ന് ഇങ്ങനെ ഒരു സ്വാപ്പിംഗ് ഒക്കെ നടക്കും. അപ്പോൾ ഇങ്ങനെ പല ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് ചിലപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറി സപ്പോസ് ആകെ കൂടെ 1 GB ഉള്ളൂ. അതിലെ ഒരു 1/2 GB ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് തന്നെ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സപ്പോസ് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ 1/2 GB. ഇനി നമുക്ക് ഇനിയുള്ളത് എത്രയാണ്? 512 MB. 512 MB ഇതല്ലേ 1/2 GB. 512 MB നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുള്ളൂ. അപ്പോൾ ബാഹുബലി എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണെങ്കിൽ 1 GB ഉണ്ട്. എന്ത് ചെയ്യും? അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു പോർഷൻ മാത്രം റൺ ചെയ്യാൻ, ആ സമയത്ത് കറണ്ട് റൺ ചെയ്യേണ്ട ആവശ്യമുള്ള പോർഷൻ മാത്രം മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് ഇത് റൺ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വെർച്വൽ മെമ്മറിനെ പറ്റി പഠിക്കാനില്ല, പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാണ്. അതായത് ഇവിടെ ശരിക്കും 512 MB ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് 1 GB ഉള്ള ഒരു ഡാറ്റ നമുക്ക് എക്സിക്യൂട്ടായി അല്ലേ. നമുക്ക് ബാഹുബലി എന്ന് പറഞ്ഞ ഫിലിം നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അത് തന്നെയാണ്, അതായത് നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒരു വെർച്വലായിട്ട് നമുക്ക് തോന്നുകയാണ് നമ്മുടെ മെയിൻ മെമ്മറിൻ്റെ സൈസ് ഒരുപാടുണ്ട്. ഈ ഫുൾ ഒരു ഫിലിമിന് 1 GB ആയിട്ടുള്ള ഒരു ഫിലിമിനെ മൊത്തം ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ മെയിൻ മെമ്മറിക്ക് ഉണ്ട് എന്നുള്ളൊരു വെർച്വൽ ആയിട്ട് നമുക്ക് ഒരു ഇത് തരാണ് അല്ലേ. പക്ഷെ അത് ആക്ച്വലി ഇല്ല. എന്താണ് അതുകൊണ്ടാണ് അതിനെ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ലോജിക്കലിയാണ് നടക്കുന്നുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാം എന്താണ് ഈ ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. ഹാർഡ് ഡിസ്കും ടേപ്പിനെ പറ്റിയിട്ടും ഒപ്റ്റിക്കൽ ഡിസ്കിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിന് മുന്നേ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യം പഠിക്കേണ്ടത്, ഒരു ബിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ബിറ്റ് എന്ന് പറഞ്ഞാൽ അത് 0 അല്ലെങ്കിൽ 1 ആവാം. യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ് അല്ലേ. 0 or 1 ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ 0കളും 1കളും ചേർന്നിട്ടൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാറ്റ സേവ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ പിന്നെ നിബിളുണ്ട്. നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്സ് ആണ്. അടുത്തത് ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് അല്ലേ. പിന്നെ അടുത്തത് വരുന്നതാണ് കിലോ ബൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1024 ബൈറ്റാണ് എന്ത്? കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തത് എന്തുണ്ട്? മെഗാബൈറ്റ് ഉണ്ട്. മെഗാബൈറ്റ് എന്ന് പറയുമ്പോൾ 1024 KB. കിലോ ബൈറ്റിന് എന്താ പറയുക? KB. അങ്ങനെയാണ്. മെഗാബൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? MB അല്ലേ, മെഗാബൈറ്റ്. പിന്നെ അടുത്തത് വരുന്നത് നിങ്ങൾ GB എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗിഗാബൈറ്റ് GB.
GB എന്ന് പറയുമ്പോൾ 1024 MB ആണ് ഒരു GB. ഓക്കെ. ദെൻ അടുത്ത വരുന്നതാണ് ടെറാബൈറ്റ്. TB അതെന്ന് പറഞ്ഞാൽ 1024 GB ആണ് ഒരു ടെറാബൈറ്റ്. TRA ആണ് കേട്ടോ. പിന്നെ വരുന്നതാണ് പെറ്റാബൈറ്റ്. PB അതെന്ന് പറഞ്ഞാൽ 1024 ടെറാബൈറ്റ് ആണ് ഒരു പെറ്റാബൈറ്റ്. പിന്നെ വരുന്നത് എക്സാബൈറ്റ്. എക്സാബൈറ്റ് എന്ന് പറയുമ്പോൾ 1024 പെറ്റാബൈറ്റ്. ഓക്കെ. പിന്നെ വരുന്നതാണ് സെറ്റാബൈറ്റ് എന്ന് പറയുമ്പോൾ 1024 എക്സാബൈറ്റ്. പിന്നെയാണ് ഓട്ടാബൈറ്റ്. സെറ്റാബൈറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മളെ ഗിഗാബൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ 1 GB എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത്യാവശ്യമായി. പിന്നെ ടെറാബൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് അത്യാവശ്യം ഭയങ്കര സംഭവമായി അല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഒരുപാട് പെറ്റാബൈറ്റും യോട്ടാബൈറ്റും ഒക്കെ ഭയങ്കര എക്സാബൈറ്റും സെറ്റാബൈറ്റും യോട്ടാബൈറ്റും ഒക്കെ വലിയ സംഭവങ്ങളാണ്. ഡാറ്റ ഒരുപാട് ഡാറ്റ നമുക്ക് ചോദിക്കാൻ കഴിയുന്നതിലും വലിയ ഡാറ്റയാണ് അതൊക്കെ യോട്ടാബൈറ്റ് ഒക്കെ കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഒരു മെമ്മറീൻ്റെ ഒരു ഓവറോൾ ഒരു ജസ്റ്റ് റിവ്യൂ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് ഒരു സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ? യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്. എന്തായിരുന്നു പ്രൈമറി സ്റ്റോറേജിൻ്റെ ലിമിറ്റേഷൻ? എന്തായിരുന്നു? അതിൻ്റെ സൈസ് തന്നെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ അല്ലേ? അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നത്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഏതിലാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലാണ്. നമ്മളെ പ്രൈമറി സ്റ്റോറേജിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസാണ്. അതിൻ്റെ സൈസ് ലിമിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിൻ്റെ സ്പീഡും അതിൻ്റെ കോസ്റ്റുമാണ് അതിൻ്റെ സൈസ് ലിമിറ്റ് ചെയ്യാനുള്ളൊരു കാരണം. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡേയ്സ് കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് കപ്പാസിറ്റി ആണെന്നാണ് പറയുന്നത്. ആസ് ആൻ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഫാർ സ്ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ പ്രൈമറി സ്റ്റോറേജ്. എന്നാൽ അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? നമ്മുടെ പ്രൈമറി സ്റ്റോറേജിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്, സ്പീഡ് വളരെ കുറവാണ്. അത് കാരണം തന്നെ നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡിന് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോസസ്സറും സെക്കൻഡറി സ്റ്റോറേജും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ത്രൂ പ്രൈമറി മെമ്മറി വഴിയാണ്. കാരണം നമ്മുടെ പ്രോസസ്സറിന് ഹൈ സ്പീഡാണ്. അതിനനുസരിച്ച് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് കഴിയില്ല. അതിന് ആക്സസ് ടൈമൊക്കെ വളരെ കൂടുതലാണ് ഈ സെക്കൻഡറി മെമ്മറിയിൽ നിന്നൊക്കെ. ഇനി എന്താണ് അതിൻ്റെ യൂസർ ടു സ്റ്റോർ ലാർജ് വോള്യൂംസ് ഓഫ് ഡാറ്റ ഓൺ എ പെർമനൻറ്റ് ബേസിസ്. ഓക്കെ. ഓൾസോ നോൺ ആസ് ഓക്സിലറി മെമ്മറി. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് നമുക്ക് ഓക്സിലറി മെമ്മറി എന്നും പറയാം. ഓക്കെ. ഇനി അതിൻ്റെ സെക്കൻഡറി സ്റ്റോറേജിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസും ഡയറക്റ്റ് ആക്സസ് ഡിവൈസും. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് അഡ്രസ്സിലേക്ക് ഡയറക്റ്റായിട്ട് അവിടുത്തെ ഡാറ്റ എടുക്കാൻ കഴിയുകയാണെങ്കിൽ അത്തരം ഡിവൈസസിനെയാണ് ഡയറക്റ്റ് ആക്സസ് ഡിവൈസസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഇതൊക്കെയുള്ളത് മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, ഒപ്റ്റിക്കൽ ഡിസ്ക് ഉണ്ട്, മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഡിസ്ക് ഏതൊക്കെയാണുള്ളത്? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, സിപ്പ് ഡിസ്ക്, ഡിസ്ക് പാക്ക്, രജിസ്റ്റർ ഡിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഒപ്റ്റിക്കൽ ഡിസ്ക് CD-ROM, CDR, CD റീഡ് റൈറ്റ്, DVD. പിന്നെ മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ് ഫ്ലാഷ് ഡ്രൈവും മെമ്മറി കാർഡും. ഓക്കെ. ദെൻ സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസ് ഉണ്ട്. സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസിൽ ഏതാണുള്ളത്? മാഗ്നറ്റിക് ടേപ്പ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ മാഗ്നറ്റിക് ടേപ്പിനെ പറ്റി പഠിക്കാണ്ട് ഹാർഡ് ഡിസ്ക്, ദെൻ ഒപ്റ്റിക്കൽ ഡിസ്കിനെ പറ്റിയിട്ട് പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് ടേപ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്?
ഈ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസാണ്. സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ ഒരു മെമ്മറിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോറായിട്ടുള്ള മുന്നേ ഉള്ള ഡാറ്റയ്ക്ക് റീഡ് ചെയ്തതിന് ശേഷമുള്ളൂ ആ ഒരു പർട്ടിക്കുലർ ഡാറ്റയ്ക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സീക്വൻഷ്യൽ ആക്സസ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ? എങ്ങനെയാണ്? ഒരു പ്ലാസ്റ്റിക് റിബണാണ്. എങ്ങനെയാണ്? അത് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ വൈഡായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് റിബൺ. അതിൻ്റെ ഇതാണ് പറയുന്നത്, നീളമാണ് പറയുന്നത്. 50 അടി മുതൽ 2400 അടി വരെ നീളമുള്ള ഒരു പ്ലാസ്റ്റിക് റിബണാണ്. അതിൻ്റെ വിഡ്ത്ത് എത്രയാണ് പറയുന്നത്? 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ വിഡ്ത്തുള്ള ഒരു വലിയ ഒരു പ്ലാസ്റ്റിക് റിബണാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ടേപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ടേപ്പ് അത് മാത്രമല്ല, പ്ലാസ്റ്റിക് ടേപ്പ് മാത്രമല്ല, റിബണല്ല, പ്ലാസ്റ്റിക് റിബണിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാഗ്നറ്റൈസബിൾ റെക്കോർഡിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ആവരണം ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയൽ ഏതാണ്? അയൺ ഓക്സൈഡോ അല്ലെങ്കിൽ ക്രോമിയം ഡയോക്സൈഡോ വെച്ചിട്ട് ആ ഒരു റിബണ് ആവരണം ചെയ്തിട്ടുണ്ട്. ഇനി അതിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ആസ് ടൈനി ഇൻവിസിബിൾ മാഗ്നറ്റൈസ്ഡ് ആൻഡ് നോൺ മാഗ്നറ്റൈസ്ഡ് സ്പോട്ട്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് 1നെയും 0, നമ്മളെ ഡാറ്റ എപ്പോഴും എങ്ങനെയാണ്? 1s and 0s ആയിട്ടാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മാഗ്നറ്റൈസ്ഡ് ആൻഡ് നോൺ മാഗ്നറ്റൈസ്ഡ് സ്പോട്ട്സ് ആയിട്ട് 1സും 0സും എന്ത് ചെയ്യുന്നു? അതിൽ റെക്കോർഡ് ചെയ്യുന്നു. ആ സർഫേസിൽ അല്ലേ, നമ്മളെ ക്രോമിയം ഡയോക്സൈഡും അയൺ ഡയോക്സൈഡും നമ്മൾ ആവരണം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ആ ആവരണം ചെയ്ത സർഫേസിൽ നമ്മൾ ഡാറ്റ 1s and 0s എങ്ങനെ? മാഗ്നറ്റൈസ്ഡ് ആൻഡ് നോൺ മാഗ്നറ്റൈസ്ഡ് സ്പോട്ട്സ് ആക്കിയിട്ട് 1s and 0s റെക്കോർഡ് ചെയ്യുന്നു. ടേപ്പ് റിബൺ ഈസ് stored in reels or a small cartridge or cassette. നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് നമ്മൾ ആ ടേപ്പ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊന്നും കാണാത്തവരാരും ഉണ്ടാവില്ല. സോ ഇനി നമുക്ക് മാഗ്നറ്റിക് ടേപ്പിൻ്റെ ഒരു സ്റ്റോറേജ് ഓർഗനൈസേഷനിൽ നോക്കാം. ഇതാണ് ഇപ്പോൾ ഒരു ടേപ്പാണ്. ടേപ്പിൻ്റെ ഒരു സ്മാൾ പോർഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ നീളം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്രാക്കാണ്, അങ്ങനെ ഒരു ട്രാക്കായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 7 ട്രാക്കുണ്ട്. അല്ലെങ്കിൽ കണ്ടോ, ട്രാക്ക് ഒരു ചാനൽ നമ്പേഴ്സ്, അങ്ങനെ കുറേ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ട്രാക്കിനും. അല്ലെങ്കിൽ ചാനലിനോ അല്ലെങ്കിൽ ട്രാക്കോ എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെയാണ് ഇങ്ങനെ വെർട്ടിക്കലി ഇങ്ങനെ ഈ കാണുന്നതിനാണ് ഇതിനൊരു ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഫ്രെയിമാണ്. ഒരു ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഈ ഡാറ്റ, ഈ ഫ്രെയിമിൽ കിടക്കുന്ന ഈ ഡാറ്റ എന്താണ്? അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഡാറ്റ എന്താണ്? 9 എന്നാണ് ആ ഡാറ്റ. അതിൻ്റെ ഇതായിട്ട് 9 എന്ന് പറഞ്ഞിരിക്കുകയാണ്. ക്യാരക്ടേഴ്സ് ഫോർ കറസ്പോണ്ടിങ് കോഡ്സ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഫ്രെയിമിൽ വന്നിരിക്കുന്നത് കണ്ടോ, ഇതൊക്കെ ഈച്ച് വെർട്ടിക്കൽ ലൈനൊക്കെ എന്താണ്? 1 ആയിട്ടാണ്. ഓക്കെ, മറ്റേ അല്ലാത്തതൊക്കെ ഇവിടെ ഇപ്പോൾ ബ്ലാങ്ക് ആയി കിടക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും? 0 ആയിട്ടും റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ ഈ 9ൽ വരുന്ന ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 1 ആണ്, ഇതൊരു 0 0 0 1 1 ദെൻ 1. ഇങ്ങനെയാണ് ആ അതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണ് ക്യാരക്ടറായി എന്താ വരുന്നത്? 9 എന്നാണ്. പിന്നെ അതേപോലെ ഈ ഫ്രെയിം എടുത്ത് നോക്കുക. ഈ ഫ്രെയിം എടുത്താൽ 0 1 0 0 1 1 1. ഇത് നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്യാരക്ടർ എന്താണ്? എ. അതിനെ ഡാറ്റ കൺവേർഷൻ ചെയ്യുമ്പോൾ അത് എ എന്നായി മാറും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എൻകോഡിങ് സ്കീമൊക്കെ പഠിച്ചു അല്ലേ? ഇതൊക്കെ പഠിച്ചു, ASCII ABCD IC ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചവർക്ക് അറിയാം എന്താണ് സോൺ ബിറ്റ്, എന്താണ് ന്യൂമറിക് പോർഷൻ എന്ന്. ഓക്കെ, അത് പഠിച്ചിട്ടില്ല, ഒന്ന് വായിച്ചിട്ടില്ല എന്നെങ്കിൽ ഒന്നും കൂടെ എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ സോൺ ബിറ്റും അതിൻ്റെ ന്യൂമറിക് പാർട്ടും ഒക്കെ ഇതിലിപ്പോൾ 4 ട്രാക്ക് ന്യൂമറിക് പാർട്ടും
2 ട്രാക്ക് അതിൻ്റെ സോൺ ബിറ്റിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതാണ് പാരിറ്റി ബിറ്റ്. പാരിറ്റി ബിറ്റ് എന്ന് പറഞ്ഞ ഒരു എറർ കറക്ഷൻ മെത്തേഡാണ്. എന്തെങ്കിലും അത് നമുക്ക് ഞാനത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലൊരു പോർഷനാണ്, അത് വിട്ടുപോയതാണ്. അത് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എന്താണ് പാരിറ്റി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. ഈ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നത് ഓരോ ക്യാരക്ടറിൻ്റെയും കൂടെ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നത് എറർ കറക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ടേപ്പിൻ്റെ ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ വരുന്നത് ഇതാണ് നമ്മുടെ ലെങ്ത്ത് ഇങ്ങനെയാണ്, വിഡ്ത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ടേപ്പിൻ്റെ കുറച്ച് ഭാഗം മുറിച്ചൊരു പോർഷനാണ്. അപ്പോൾ ഇങ്ങനെ ട്രാക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫ്രെയിമായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രെയിമാണ് ഒരു ക്യാരക്ടർ, ഫ്രെയിമിൽ ഡാറ്റയാണ് ഒരു ക്യാരക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് നമുക്ക് ഇത് നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്, ഒരു ടേപ്പിൻ്റെ ഒരു ചെറിയൊരു പോർഷനായിരുന്നു. ഇതിപ്പോൾ ഒരു ടേപ്പിൻ്റെ കുറച്ചും കൂടെ വലിയൊരു പോർഷനാണ്. ഈ വലിയ പോർഷനിൽ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഡാറ്റ വരുന്നതെന്ന്. ഈ IBG എന്ന് പറയുന്നത് ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പാണ്. അപ്പോൾ ആദ്യം ഒരു ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട്, ദെൻ നമ്മുടെ ഒരു റെക്കോർഡ്, ദെൻ ഒരു ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ്, ഇങ്ങനെ ഒരു റെക്കോർഡ്. ഇത് ഒരു ഇതിപ്പോൾ എങ്ങനെയാണ്, ഓരോ റെക്കോർഡിന് ശേഷം ഓരോ ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ ടേപ്പ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഒരു ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു റെക്കോർഡ്, ദെൻ വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു റെക്കോർഡ്, ദെൻ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അടുത്തത് ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ് 2 ആയിട്ടുള്ളതാണ്. ഇവിടെ 2 ആയിട്ടുള്ളത് നോക്കുക. ഇവിടെ എന്താ ഉദ്ദേശിച്ചത്, ഇവിടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ ശേഷം 2 റെക്കോർഡ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നത്. ദെൻ വീണ്ടും 2 റെക്കോർഡ്, ദെൻ ഒരു ഗ്യാപ്പ്, ദെൻ 2 റെക്കോർഡ്, ഒരു ഗ്യാപ്പ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ 2 ആയിട്ടുള്ള ഒരു ടേപ്പാണ്. ഇനി അടുത്തത് ഇത് നോക്കുക, ഇത് ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ് 3 ആയിട്ടുള്ളൊരു ടേപ്പാണ്. അതായത് 3 റെക്കോർഡിന് ശേഷമാണ് ഒരു ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, ഒരു ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് ചെന്നാൽ നമുക്ക് എങ്ങനെയാണത്, നമ്മൾ ഒരു ഫയൽ എങ്ങനെയാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു ഫയൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, കുറേ റെക്കോർഡ്സുകൾ ചേർന്നതായിരിക്കും ഒരു ഫയൽ. അപ്പോൾ ആ ഫയൽ, അപ്പോൾ എങ്ങനെയാണ് ഫയൽസ് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു ഫയലിൻ്റെ തുടക്കം എവിടെയാണ്, ഒരു ഫയലിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഒരു ഫയൽ ഹെഡർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫയൽ ഹെഡർ ലേബൽ വരുന്നുണ്ട്. ഓരോതിന് ശേഷം ഒരു ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പും വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു ഗ്യാപ്പ്, ദെൻ നമുക്ക് ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ്, നമ്മുടെ ആ ഫയലിൽ എത്ര റെക്കോർഡ്സ് വരുന്നുണ്ട്. ചിലപ്പം ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ആ ഫയലിലെ ഡാറ്റേനെ കുറേ റെക്കോർഡ്സുകളായിട്ട് ആണ് നമ്മൾ ആ ഫയലിൻ്റെ സ്ട്രക്ചർ. ചിലപ്പോൾ 1 ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും, ചിലപ്പം 2 റെക്കോർഡ്സ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്. അതായത് ബ്ലോക്ക് ഗ്യാപ്പ് ഫാക്ടർ 2 ആയിരിക്കാം, ചിലപ്പം 3 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ്, ദെൻ ഒരു ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ്, ദെൻ ബ്ലോക്ക് ഓഫ് റെക്കോർഡ്സ്. എങ്ങനെ ലാസ്റ്റ് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഫയലിൻ്റെ എൻഡിങ് ആയോ അതിന് വേണ്ടിയിട്ടൊരു ഫയൽ ട്രെയിലർ ലേബലുണ്ട്, ദെൻ ഒരു ഇൻ്റർ ബ്ലോക്ക് ഗ്യാപ്പ്, ദെൻ ഫയലിൻ്റെ ഹെഡറിൻ്റെ ലേബൽ ഓഫ് നെക്സ്റ്റ് ഫയൽ, അടുത്ത ഫയലിൻ്റെ ഹെഡർ. അപ്പോൾ ഈ ഫയൽ ഹെഡർ കാണുമ്പോഴാണ് എന്താ മനസ്സിലായി, അടുത്ത ഒരു ഫയൽ സ്റ്റാർട്ടിങ് ആയെന്ന് അറിയുന്നത്. ഓക്കെ, അതേപോലെ ഫയൽ ട്രെയിലർ ലേബൽ കാണുമ്പോഴാണ് ആ ഫയൽ അവസാനിച്ചു എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അൺയൂസ്ഡ് ടേപ്പ്, ബിഗിനിങ് ഓഫ് ടേപ്പ് മാർക്കർ. ഇവിടെ നമ്മൾ കുറച്ച് ബിഗിനിങ്ങിൽ കുറച്ച് അൺയൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് അത് നമ്മുടെ ടേപ്പ് ബിഗിനിങ് ആണെന്നുണ്ടെങ്കിൽ, തുടക്കമാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാർക്ക് ചെയ്യും അവിടെ തുടങ്ങി.
ഓക്കെ. ദെൻ ടേപ്പ് ഹെഡർ ലേബിൾ, നമ്മുടെ ടേപ്പിൻ്റെ ഒരു ഹെഡറിൻ്റെ ലേബിൾ ഉണ്ടായിരിക്കും. ദെൻ ഒരു ഇൻ്റർബ്ലോക്ക് ഗ്യാപ്പ്. ദെൻ നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഇനി ഒരു ടേപ്പിൽ തന്നെ കുറേ ഫയൽസ് ഉണ്ടായിരിക്കും. ആ ഫയൽസൊക്കെ എങ്ങനെയാണ്, ഓരോ ഫയലിനും ഓരോ ഫയൽ ഹെഡർ ലേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫയലിന് ഒരു ഫസ്റ്റ് ഫയലിൻ്റെ ഹെഡർ ലേബിൾ, എന്നിട്ട് അതിൻ്റെ ഇൻ്റർബ്ലോക്ക് ഗ്യാപ്പ്, ദെൻ അതിൻ്റെ ആ ഫയലിലുള്ള റെക്കോർഡ്സ് മൊത്തം എങ്ങനെയാണ് ഒരു ഇൻ്റർബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന്. ദെൻ എഗെയിൻ നമുക്ക് ആ ഫയലിൻ്റെ എൻഡിങ് ആയെന്ന് അറിയാൻ അതിൻ്റെ ട്രെയിൽ ലേബിൾ, ദെൻ ഇൻ്റർബ്ലോക്ക് ഗ്യാപ്പ്, പിന്നെ അടുത്ത ഫയൽ, അങ്ങനെ അടുത്ത ഫയൽ ഇതേ സെയിം സ്ട്രക്ചർ ആയിരിക്കും. അടുത്ത ഫയലിൽ എന്തായിരിക്കും, വീണ്ടും ഒരു ഫയൽ ഹെഡർ ലേബിൾ ഉണ്ടായിരിക്കും. സെയിം സ്ട്രക്ചറിൽ തന്നെ അടുത്ത ഫയൽ, അങ്ങനെ ഒരുപാട് എത്ര ഫയൽസ് ഉണ്ട് അത്രയും ഫയൽസ്. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഫയലിൻ്റെ ട്രെയിലർ ലേബിൾ ഉണ്ടായിരിക്കും ഫസ്റ്റ്, എന്നിട്ടൊരു ഇൻ്റർബ്ലോക്ക് ഗ്യാപ്പ്, ദെൻ അൺയൂസ്ഡ് ടേപ്പിൻ്റെ എൻഡ് ഓഫ് ടേപ്പ് മാർക്കർ ഉണ്ടായിരിക്കും. ഇതോടുകൂടി നമ്മുടെ ടേപ്പിൻ്റെ അവസാനമായി എന്ന് മനസ്സിലാവും. അപ്പം ഇതാണ് വരുന്നത്. ഇനി നമ്മുടെ ടേപ്പിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ റെക്കോർഡിംഗ് ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത്ത്. അതായത് മൊത്തം നമ്മുടെ ടേപ്പിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എത്രയാണോ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റി കൂടും അല്ലേ. ദെൻ ഡാറ്റ റെക്കോർഡിംഗ് ഡെൻസിറ്റി. എന്താണ് ഡാറ്റ റെക്കോർഡിംഗ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഡാറ്റ റെക്കോർഡിംഗ് ഡെൻസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ എ ഗിവൺ ലെങ്ത് ഓഫ് ടേപ്പ്. ഒരു ഇഞ്ചിൽ എത്ര ബൈറ്റ്സ് സ്റ്റോർ ചെയ്യാൻ കഴിയും, അതാണ് അതിൻ്റെ റെക്കോർഡിംഗ് ഡെൻസിറ്റി. അപ്പോൾ അത് ഇൻറ്റു ലെങ്ത്താണ് അതിൻ്റെ ആക്ച്വൽ കപ്പാസിറ്റി ഓഫ് ദി ടേപ്പ് വരുന്നത്. പഴയ സിസ്റ്റംസിലൊക്കെ ഉണ്ടായിരുന്നത് 800 ബൈറ്റ്സ് പെർ ഇഞ്ച് ആയിരുന്നു. ഇപ്പോഴത്തെ മോഡേൺ സിസ്റ്റംസിൽ എത്ര വരുന്നുണ്ട്, ഒരു ഇഞ്ചിൽ 77,000 ബൈറ്റ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി, ടേപ്പിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതായത് റെക്കോർഡിംഗ് ഡെൻസിറ്റി ആൻഡ് ലെങ്ത്തും. അപ്പോൾ ആക്ച്വൽ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്റ്റോറേജ് കപ്പാസിറ്റീൻ്റെ 35 to 70% വരെ വരും. എങ്ങനെയാണ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ, നമ്മൾ ആ ഇൻ്റർബ്ലോക്ക് ഗ്യാപ്പൊക്കെ ബ്ലോക്കിംഗ് ഫാക്ടറൊക്കെ അനുസരിച്ച് 35 ആക്ച്വൽ ടേപ്പിൻ്റെ ശരിക്കും സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണോ അതിൻ്റെ ഒരു 35% to 70% വരെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഓക്കെ. ഇനി അടുത്തത് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് എത്ര സ്പീഡിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് റെക്കോർഡിംഗ് ഡെൻസിറ്റിയും ഡാറ്റ റെക്കോർഡിംഗ് ഡെൻസിറ്റിയും ആൻഡ് നമ്മുടെ ഈ ടേപ്പിൻ്റെ റീഡ് റൈറ്റ് ഹെഡ് ട്രാൻസ്ഫർ റേറ്റ് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ റെക്കോർഡിംഗ് ഡെൻസിറ്റിയും പിന്നെ എന്താണ് നമ്മുടെ ടേപ്പിൻ്റെ സ്പീഡ്, അതായത് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്, നമ്മൾ ഡാറ്റ റീഡ് ചെയ്യാനുള്ള റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്, അതിൽ എത്ര സ്പീഡിലാണ് നമ്മുടെ ടേപ്പ് ട്രാവൽ ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് എന്തുള്ളത്, ഈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വരുന്നത്. എത്രയാണ്, ഒരു സെക്കൻഡിൽ ഒരു ടിപ്പിക്കൽ വാല്യൂ ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 7.7 MB/s ആണ്. ഇത് നമ്മുടെ ടേപ്പ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടേപ്പ് റീലാണ്. ഇങ്ങനെ നമ്മൾ ടേപ്പ് റീലിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ടേപ്പിനെ സ്റ്റോർ ചെയ്യും അല്ലേ. പിന്നെ നമുക്ക് കാർട്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അല്ലേ നമ്മുടെ ടേപ്പിനെ. ഇതാണ് നമ്മുടെ ടേപ്പ്. ഈ വരുന്നതാണ് അതിനെ ചെയ്തിരിക്കുന്നതാണ് കാർട്രിഡ്ജ്. നമ്മൾ മാഗ്നറ്റിക് ടേപ്പ് പിടിച്ചു. അടുത്തത് മാഗ്നറ്റിക് ഡിസ്ക്. നമ്മളിതിനെ മാഗ്നറ്റിക് ഡിസ്കിന് നമ്മൾ ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയും. നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിസ്ക് എന്താണ്, മാഗ്നറ്റിക് ഡിസ്ക് ആണ്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഡയറക്റ്റ് ആക്സസ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ഡിസ്ക്.
ഫിസിക്കലി എ മാഗ്നറ്റിക് ഇസ് എ തിൻ സർക്കുലർ പ്ലേറ്റ് ഓർ പ്ലാറ്റർ. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കുലർ തിന്നായിട്ടുള്ള ഒരു സർക്കുലർ പ്ലേറ്റ് ഓർ പ്ലാറ്ററാണ്. ഇത് രണ്ട് സൈഡും നമ്മുടെ ഈ സർക്കുലർ പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും എന്ത് വെച്ചിട്ടൊരു മാഗ്നറ്റൈസബിൾ റെക്കോർഡിംഗ് മെറ്റീരിയൽ ആവരണം ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഡാറ്റ അതിൽ റെക്കോർഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ടൈനി ഇൻവിസിബിൾ മാഗ്നറ്റൈസ്ഡ് ആൻഡ് നോൺ മാഗ്നറ്റൈസ്ഡ് സ്പോട്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിതിൻ്റെ ഈ സർഫസിൽ, നമ്മളെ പ്ലേറ്റിൻ്റെ സർഫസിൽ വളരെ ചെറിയ സ്പോട്സ്, 1ൻ്റെയും 0ൻ്റെയും ചെറിയ ചെറിയ സ്പോട്സുകൾ, ഇങ്ങനത്തെ സ്പോട്സ് മാഗ്നറ്റൈസ്ഡ് ആൻഡ് നോൺ മാഗ്നറ്റൈസ്ഡ് സ്പോട്സ് ആയിട്ടാണ് ഡാറ്റ അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിസ്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് അത് സ്റ്റാക്ക് ചെയ്തിട്ട്, ഒരു ഡിസ്ക് 2-3 ഡിസ്കുകളൊക്കെ സ്റ്റാക്ക് ചെയ്തിട്ട് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാക്ക് ചെയ്യാന്നാണ് 2-3 ഡിവൈസ്. നമുക്കത് അറിയാം. നമ്മളെ സാധാരണ ഹാർഡ് ഡിസ്കിലൊക്കെ എങ്ങനെയാണ് 2-3 മാഗ്നറ്റിക് ഡിസ്ക് സ്റ്റാക്ക് ചെയ്തിട്ടൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒന്നല്ലാതെ ഒരു എൻവലപ്പിലോ അല്ലെങ്കിൽ കാർട്രിഡ്ജിലോ ഒക്കെ സ്റ്റോർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതെല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്തിട്ട് 2-3 ഒരുമിച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് അത് സീൽ ചെയ്തിട്ട് ഒരു കണ്ടാമിനേഷൻ ഫ്രീ കണ്ടെയ്നറിൽ നമുക്കത് സ്റ്റോർ ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക മാഗ്നറ്റിക് ഡിസ്കിൻ്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ. ഈ മാഗ്നറ്റിക് ഡിസ്കിനെ ഇങ്ങനെ കുറേ ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാക്കിനൊരു നമ്പറൊക്കെ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ട്രാക്കിൻ്റെ നമ്പർ എത്രയാണ്? 000. ഓക്കെ, ഇതിലിപ്പോൾ 200 ട്രാക്കുള്ളൊരു ഡിസ്ക്കാണ്. അപ്പോൾ അതിൽ 000 തൊട്ടിട്ട് 199 വരെയാണ് അതിൻ്റെ ട്രാക്ക് നമ്പർ. ഔട്ടർ മോസ്റ്റ് ട്രാക്കിന് 00, ഇന്നർ മോസ്റ്റ് ട്രാക്കിന് എത്രയാണ്? 199. അങ്ങനെയാണ് വരുന്നത്. ഇതാണ് ചിലപ്പോൾ ലാർജ് കപ്പാസിറ്റി ഡിസ്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1000 ട്രാക്സൊക്കെ, തൗസൻഡ്സ് ഓഫ് ട്രാക്സ് ഒക്കെ വരുമെന്നാണ് പറയണത്. ഓക്കെ, ചിലപ്പോൾ 40 to 1000s ഓഫ് ട്രാക്സ് എന്നാണ് പറയുന്നത്. ചെറിയതാണെങ്കിൽ, ചെറിയ ഡിസ്ക് ആണെങ്കിൽ 40 ട്രാക്ക്, വെരി സ്മോൾ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ. ഭയങ്കര ഹൈ കപ്പാസിറ്റി ഡിസ്ക് ആണെങ്കിൽ 1000s ഓഫ് ട്രാക്സ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദെൻ എന്താണ്? ഈ ട്രാക്കിനെ മൊത്തം ഇങ്ങനെ വീണ്ടും സെക്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സെക്ടർ. ഓക്കെ, അപ്പോൾ ഒരു സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ 512 ബൈറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ഇത് കണ്ടോ, പലതരത്തിലുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു ട്രിക്ക് യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ട്രാക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പലതരത്തിലാണ്. അതായത് നമ്മളിപ്പോൾ ട്രാക്കിനെ സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പലതരത്തിലാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇന്നർ മോസ്റ്റ് ട്രാക്കിൽ എത്ര സെക്ടേഴ്സാണുള്ളത്? 8 സെക്ടേഴ്സാണുള്ളത്. കുറച്ചും കൂടെ കഴിയുമ്പോൾ അടുത്ത നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇതിന് 9 സെക്ടേഴ്സും അടുത്ത ഗ്രൂപ്പിൽ 10 സെക്ടേഴ്സുമാണ് ഉള്ളത്. അതിന് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സെക്ടറിൽ 512 ബൈറ്റാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? ഇതിലും 512, ഇതിലൊക്കെ 512, ഓരോ സെക്ടറിലും 512 ബൈറ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഈ ട്രാക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മുടെ സെക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടിയാൽ നമുക്ക് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ആണ് ഈ ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്കിൻ്റെ അഡ്രസ്സ് അതിനൊക്കെ ഒരു ഡാറ്റയ്ക്ക് എന്തുണ്ട്? അഡ്രസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് ദ റെക്കോർഡ് ഓൺ ദ ഡിസ്ക് അഡ്രസ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ റെക്കോർഡിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ നമ്മുടെ ഇതിലെങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഡിസ്കിൽ അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ അഡ്രസ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം? നമുക്ക് സെക്ടർ നമ്പർ വേണം, ട്രാക്ക് നമ്പർ വേണം, സർഫസ് നമ്പർ വേണം. നമ്മൾ ഡബിൾ സൈഡ് ഡിസ്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സർഫസിലാണെന്ന് പറയണം, ഏത് ട്രാക്കാണെന്ന് പറയണം, ഏത് സെക്ടറിലാണെന്ന് പറയണം. അതാണ് അതിൻ്റെ ഒരു റെക്കോർഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്.
ഈ സ്കീം എന്താണ് പറയുന്നത്, എങ്ങനെ അറിയപ്പെടുന്നു? അതായത് സിലിണ്ടർ ഹെഡ് സെക്ടർ അഡ്രസ്സിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. സിലിണ്ടർ ഹെഡ് സെക്ടർ അഡ്രസ്സിംഗ്, CHS അഡ്രസ്സിംഗ്. The same is also referred to as disk geometry. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടോ, ഇതൊരു മാഗ്നറ്റിക് ഡിസ്ക് ആണ്, ഇതൊരു മാഗ്നറ്റിക് ഡിസ്ക് ആണ്, ഇതൊക്കെ സ്റ്റാക്ക് ചെയ്തിരിക്കാം. ഓക്കെ, ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഇത് നോക്കുക, ഈ സർഫസ് യൂസ് ചെയ്യുന്നില്ല, ഇതിൻ്റെ അപ്പർ സർഫസ് യൂസ് ചെയ്യുന്നില്ല. ഈ നമ്മൾ ഇതിനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെ പറയുന്നതാണ്, ഡിവൈസിനെ പറയുന്നതാണ് സെൻട്രൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ കണ്ടോ റീഡ് റൈറ്റ് ഹെഡ്, ഇവിടെ ഇതാണ് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ്. അപ്പോൾ ഈ റീഡ് റൈറ്റ് ഹെഡ് റീഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഈ ഫസ്റ്റ് ഡിസ്കിൻ്റെ ഈ സർഫസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. ദെൻ ഈ റീഡ് റൈറ്റ് ഹെഡ് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ രണ്ടാമത്തെ ഡിസ്കിൻ്റെ ഈ സർഫസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇവിടെ കണ്ടോ, ഈ റീഡ് റൈറ്റ് ഹെഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, രണ്ടാമത്തെ ഡിസ്കിൻ്റെ താഴത്തെ സർഫസിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈ റീഡ് റൈറ്റ് ഹെഡ് ഈ സർഫസിൽ നിന്നും, ഈ റീഡ് റൈറ്റ് ഹെഡ് ഈ സർഫസിൽ നിന്നും, ഈ റീഡ് റൈറ്റ് ഹെഡ് ഈ സർഫസിൽ നിന്നും റീഡ് ചെയ്യണം. കണ്ടോ, ഇതിൻ്റെ അപ്പർ സർഫസ് യൂസ് ചെയ്യാത്തതുപോലെ ലോവർ സർഫസും വേണ്ടി യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇതിങ്ങനെ ഈ സെൻട്രൽ ഷാഫ്റ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഡാറ്റ ഈ റീഡ് റൈറ്റ് ഹെഡ് ഇതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇതിനെ പറയുന്നത് ആക്സസ് ആംസ് അസംബ്ലി എന്ന് പറയുന്നത്. മൊത്തം ഈ ഒരു ആക്സസ് ആംസ് അസംബ്ലി എന്ന് പറയാം ഇതിനെ മൊത്തം. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുക. ഇതിൻ്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ രണ്ട് മൂവ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ഇതിങ്ങനെ കിടന്നിട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ആംസ് അസംബ്ലിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയും വരും. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് സെക്ടേഴ്സ് സെലക്ട് ചെയ്യാൻ കഴിയും അല്ലേ. ഇതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ട്രാക്കുകളാണ് സെലക്ട് ചെയ്യുക. ട്രാക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുക, എന്തിനാണ് ഈ ആംസ് അസംബ്ലി മൂവ് ചെയ്താൽ മതി. ഇങ്ങോട്ടോ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിന്ന് ഡിസൈഡ് ട്രാക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ട്രാക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് സെക്ടർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ സെൻട്രൽ ഷാഫ്റ്റ് ഒന്ന് കറങ്ങിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ആ ഡിസൈഡ് അഡ്രസ്സിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസ്കിലെ അപ്പർ സർഫസിൽ മൂന്നാമത്തെ ട്രാക്കിലെ നാലാമത്തെ സെക്ടർ ഉള്ള ഡാറ്റ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ ഇവിടെ ഈ റീഡ് റൈറ്റ് ഹെഡ് എവിടെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആദ്യം ഇതിനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ആക്സസ് ആംസ് അസംബ്ലിയിൽ നിന്ന് മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഏതാണോ നമ്മളിപ്പോൾ ഏതൊക്കെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ട്രാക്ക് എന്നാണോ പറഞ്ഞത്, മൂന്നാമത്തെ ട്രാക്കാണെങ്കിൽ അതിനനുസരിച്ച് മൂന്നാമത്തെ ട്രാക്കിലോട്ട് കൊണ്ടുവന്ന് വെക്കുന്നു. ഔട്ടർ മോസ്റ്റിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഏതാണോ ട്രാക്ക് ആ ട്രാക്കിലേക്ക് വന്നതാക്കും. ഇനി നമ്മുടെ ആക്സസ് ആംസ് അസംബ്ലി മൂവ് ചെയ്യില്ല, അതവിടെ നിൽക്കും. ഇനി മൂവ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സെൻട്രൽ ഷാഫ്റ്റാണ് മൂവ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ എത്രാമത്തെ ട്രാക്ക് സെക്ടർ ഞാൻ പറഞ്ഞത് സപ്പോസ് 6th സെക്ടറിലെ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെൻട്രൽ ഷാഫ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ആ 6th സെക്ടർ ഏതാണോ അതിവിടെ വരുന്ന രീതിയിൽ നമ്മുടെ ഈ സെൻട്രൽ ഷാഫ്റ്റ് ഒന്ന് കറങ്ങും. അപ്പോൾ കറക്റ്റ് ആ മൂന്നാമത്തെ ട്രാക്കിൽ 6ാമത്തെ സെക്ടർ എന്ത് വരും, ഈ റീഡ് റൈറ്റ് ഹെഡിൻ്റെ അണ്ടറിൽ വരുന്ന രീതിയിൽ അത് വരും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കണ്ടു ഒരു സിലിണ്ടർ. ഈ സിലിണ്ടർ എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ട്രാക്കും ഇതിലൊരു ട്രാക്ക് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു സിലിണ്ടർ സ്ട്രക്ചർ വരും അല്ലേ. അതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്. സിലിണ്ടർ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് ഇതാ വരുന്നത്. അതുപോലെ ഇങ്ങനെ ഒരുപാട് എത്ര ട്രാക്ക് ഉണ്ടോ അത്രയും സിലിണ്ടേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം ഇപ്പോൾ സപ്പോസ് ഇതിലെ
ഇതിലെ മൂന്നാമത്തെ ട്രാക്ക്, ഇതിലെ മൂന്നാമത്തെ ട്രാക്ക്, ഇതിലെ മൂന്നാമത്തെ ട്രാക്ക്, ഇതിലെ മൂന്നാമത്തെ ട്രാക്ക്, അങ്ങനത്തെ എല്ലാം കൂടെ ചേർന്നൊരു സിലിണ്ടർ ഉണ്ട് അല്ലേ. എത്ര ട്രാക്ക് ഉണ്ടോ അത്രയും സിലിണ്ടേഴ്സ് നമുക്ക് നിങ്ങളത് മനസ്സിൽ കാണാം. ഇനി മാഗ്നറ്റിക് ഡിസ്കിൽ വരുന്ന ഒരു സമയം അതിൻ്റെ ഡിസ്കിൻ്റെ ആക്സസ് ടൈം. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ട് ആ ഡാറ്റ, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വരണം, എനിക്ക് ആ ഡാറ്റ വേണം. ആ റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് ആ ഡാറ്റ കിട്ടാൻ, അതായത് കറക്റ്റ് ഡാറ്റ അവിടെ നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഡാറ്റ ഇല്ല, സോ ക്വിക്ക്. അപ്പോൾ ഉടനെ തന്നെ പ്രോസസ്സർ എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്യും. ഓക്കെ, ഡാറ്റ ഇല്ല നമുക്ക്, അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഡാറ്റ വേണം. ആ റിക്വസ്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം എത്ര ടൈം എടുത്തു, അതായത് ആ ഡിസ്കിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് ആ മെമ്മറിയിലേക്ക് വെക്കാൻ, കറക്റ്റ് വെക്കാൻ എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ആക്സസ് ടൈം. ഓക്കെ, അപ്പോൾ ഈ ആക്സസ് ടൈം 3 പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സീക്ക് ടൈം. സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് ആ കറക്റ്റ് ട്രാക്കിലേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. അതായത് ഡിസ്ക് യൂണിറ്റ്, റീഡ് റൈറ്റ് കമാൻഡ് എപ്പോഴാണോ ഡിസ്ക് യൂണിറ്റിന് കിട്ടുന്നത്, അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് എന്ത് ചെയ്യണം, ആ ഡിസൈഡ്, അതായത് ഇങ്ങനൊരു മൂവ്മെൻ്റ് അല്ലേ ഒരു വരുന്നത്, അതിന് ഇങ്ങനൊരു ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് അല്ലേ വരുന്നത്. അപ്പോൾ ആ മൂവ്മെൻറ്റിലൂടെ ആ ട്രാക്കിലേക്ക് എത്താനുള്ള ടൈം, അതാണ് സീക്ക് ടൈം. ദെൻ ലേറ്റൻസി. ലേറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ടർ, അതായത് നമ്മുടെ സെൻട്രൽ ഷാഫ്റ്റ് കറക്കിയിട്ട്, നിങ്ങൾക്ക് അറിയാവുന്നതല്ല അല്ലേ, സെൻട്രൽ ഷാഫ്റ്റ് കറക്കിയിട്ട് ആ റീഡ് റൈറ്റ് ഹെഡിലേക്ക് കറക്റ്റ് ആ സെക്ടർ എത്തിക്കാൻ എടുക്കുന്ന ടൈം. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ റേറ്റ്. ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതെത്തി, കറക്റ്റ് അഡ്രസ്സിലെത്തി, എവിടെ എത്തി, നമ്മൾ ആ ട്രാക്കിലെത്തി, ആ സെക്ടറിലെത്തി. ദെൻ നമ്മൾ അവിടുന്ന് ഡാറ്റ നമ്മൾ നേരെ മെയിൻ മെമ്മറിയിലോട്ട് ട്രാൻസ്ഫറിന് എടുക്കുന്ന ടൈം, അതാണ് ട്രാൻസ്ഫർ റേറ്റ്. ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീക്ക് ടൈമിനെ ലേറ്റൻസിനെ വെച്ചിട്ട് നെഗ്ലിജിബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആവറേജ് ആക്സസ് ടൈം എന്ന് പറയുന്നത് ആവറേജ് സീക്ക് ടൈം പ്ലസ് ആവറേജ് ലേറ്റൻസി. ഓക്കെ, ഇനി അടുത്തതാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ പോലെ തന്നെ സർക്കുലർ ഡിസ്ക് ആണ്. നമ്മളെ സാധാ മാഗ്നറ്റിക് ഡിസ്ക് പോലെ തന്നെ ഒരു സർക്കുലർ ഡിസ്ക് ആണ്. ഒരു മെറ്റീരിയൽ, ഒരു സാധാരണ നമ്മൾ മാഗ്നറ്റിക് ഡിസ്കിലെ പോലെ തന്നെ ഒരു മെറ്റീരിയൽ കൊണ്ട് അതിനെ ആവരണം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ലേസർ ബീം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റീഡിങ്ങിനോ റെക്കോർഡിങ്ങിനൊക്കെ ലേസർ ബീം ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് അറിയപ്പെടുന്നത് ലേസർ ഡിസ്ക് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ലേസർ ഡിസ്ക് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? റാൻഡം ആക്സസ് മീഡിയ ആണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഡിസ്ക്. നല്ല ഹൈ കപ്പാസിറ്റി ആണുള്ളത്. ഹൈ കപ്പാസിറ്റി സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഇറ്റ് ക്യാൻ സ്റ്റോർ എക്സ്ട്രീംലി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻ എ ലിമിറ്റഡ് സ്പേസ്. കുറച്ച് സ്പേസിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഡാറ്റ, എക്സ്ട്രീംലി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന പറയുന്നത്. ഇനി നമ്മളിതിൽ ഒപ്റ്റിക്കൽ ഡിസ്കിൽ ട്രാക്കായിട്ട് എങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഒരു സ്പൈറൽ മോഡലിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡാറ്റ ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പൈറലായിട്ടാണ് ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മാഗ്നറ്റിക് ഡിസ്കിലാണ്. മാഗ്നറ്റിക് ഡിസ്കിൽ ട്രാക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതി, ഒപ്റ്റിക്കൽ ഡിസ്കിൽ ട്രാക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. ദെൻ ഈ ട്രാക്സ് എന്താണ്? ഈക്വൽ സൈസ് സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്പർ ഓഫ് സെക്ടേഴ്സ് ഇൻറ്റു നമ്പർ ഓഫ് ബൈറ്റ്സ് പെർ സെക്ടർ. അവിടെ എത്ര സെക്ടേഴ്സ് ഉണ്ട്, ആ ഓരോ സെക്ടറിലും എത്ര ബൈറ്റ്സ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇനിയാണ് നമ്മുടെ ലേസർ ബീം ടെക്നോളജിയാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡിസ്കിൻ്റെ സർഫസ്. ഈ ഡിസ്കിൻ്റെ സർഫസിൽ നമ്മൾ പറഞ്ഞു ഒരു മെറ്റീരിയൽ കൊണ്ട് അനാവരണം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ, ഇത് പിറ്റും ലാൻഡും ഒരു ചെറിയ കുഴിയാണ്, ഒരു പിറ്റാണ് പിറ്റ് ആൻഡ് ലാൻഡായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് പിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു 0യും ലാൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു 1നെയാണ്. അപ്പോൾ നമ്മൾ ഇതിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റ റീഡ് ചെയ്യുകയാണെങ്കിലോ റൈറ്റ് ചെയ്യുകയാണെങ്കിലോ ഒരു ലേസർ ബീം സോഴ്സിൽ നിന്ന് അതൊരു പ്രിസത്തിലൂടെ കടത്തിവിടും. അങ്ങനെ പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അത് പിറ്റിലാണ് വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അത് റിഫ്ലക്റ്റ് ചെയ്യില്ല, അത് സ്കാറ്റർ ആയി പോകും. അതായത് നമ്മുടെ ഇത് ഭയങ്കര ഷൈനി ആയിട്ടുള്ള ഒരു സർഫസാണ്. അപ്പോൾ ഈ സർഫസിൽ പിറ്റ് വരുന്ന സമയത്ത് അവിടെ ഷൈനസ് പോവുകയും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലേസർ ബീം പ്രിസത്തിലൂടെ കടത്തിവിട്ട് വരുന്ന ഈ ഒരു ലേസർ ബീം ഇവിടെ പിറ്റിലൂടെ സ്കാറ്റർ ചെയ്യുകയും ചെയ്യും. ഇവിടെ കണ്ടോ ഒരു സെൻസർ വെച്ചിട്ട് കണ്ടോ. അപ്പോൾ 1ലാണെങ്കിൽ പ്രിസത്തിൽ നിന്ന് വരുന്ന ആ ഒരു ബീം 1ലാണ് പതിക്കുന്നതെങ്കിൽ ഭയങ്കര ഷൈനി ആയിട്ടുള്ളൊരു സർഫസ്, അതുകൊണ്ട് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പ്രിസത്തിലൂടെ കടന്ന് സെൻസറിലോട്ട് എത്തുന്നു. അപ്പോൾ അവിടെ ഒരു 1 ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് സെൻസറാണ്. 0 ആകുമ്പോൾ എന്ത് ചെയ്യില്ല, ഇത് നമ്മുടെ സെൻസറിൽ എന്ത് ചെയ്യില്ല, എനിക്ക് ഡാറ്റ വരില്ല. അപ്പോൾ അത് 0 എന്നുള്ളത് 0 ആണെന്ന് റീഡ് ചെയ്യും. ഓക്കെ, ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ബീം റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ സെൻസറിൽ തട്ടുമ്പോൾ ഒരു 1, ഓക്കെ 1 എന്ന് റെക്കോർഡ് ചെയ്യും. ഓക്കെ, 1 എന്ന് റീഡ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഡിസ്കിൻ്റെ ടൈപ്പ് നോക്കാം. ഏതൊക്കെ ടൈപ്പാണുള്ളത്? CD-ROM ഉണ്ട്. CD-ROM എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. റോം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, റീഡ് ഓൺലി മെമ്മറി എന്നാണ്. അത് പ്രീ റെക്കോർഡറാണ്. അത് പിന്നീട് നമുക്ക് റെക്കോർഡ് ചെയ്ത് വന്ന് ആ ഇൻഫർമേഷൻ പിന്നെ നമുക്കത് അൾട്ടർ ചെയ്യാൻ കഴിയില്ല. അതെങ്ങനെ ആ പ്രോസസ്സിനെ പ്രീ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുന്നത്? മാസ്റ്ററിംഗ് ആണ് പറയുന്നത്. ഇനി CD-ROMൻ്റെ പ്രത്യേകത എന്താണ്? ഷൈനി സിൽവർ കളർ മെറ്റൽ ഡിസ്കാണ്. ഇതാണ് 5.25 ഇഞ്ചിൽ വരുന്ന ഒരു ഷൈനി സിൽവർ കളർ മെറ്റൽ ഡിസ്കാണ്. 12 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഡയാമീറ്റർ. അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 650 MB ആണ്. അതാണ് CD-ROM. പിന്നെ പഠിത്തവരാണ് CD റെക്കോർഡബിൾ അല്ലെങ്കിൽ CD-R. ഈ CD-R എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വോം ഡിസ്ക് എന്നും പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്? വോമിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് റൈറ്റ് വൺസ് റീഡ് മെനി. അതിലെന്താ, ഡാറ്റ ക്യാൻ ബി റിട്ടൺ ഓൺലി വൺസ് ഓൺ ദം ബട്ട് ക്യാൻ ബി റീഡ് മെനി ടൈംസ്. അതായത് ഒരു പ്രാവശ്യം, അതായത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും നമുക്ക് CD കിട്ടുക നമുക്ക്, പക്ഷെ അതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. പക്ഷെ പല പ്രാവശ്യം നമുക്കതൊന്ന് റീഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ CD-ROMനെ പോലെ തന്നെയാണ്, സെയിം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. എന്തായാലും വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ റെക്കോർഡ് ചെയ്യാം. ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിട്ടുക, നമുക്ക് ഡാറ്റ റെക്കോർഡ് ചെയ്യാം. പക്ഷെ അതൊറ്റ ടൈം മാത്രമേ പറ്റുള്ളൂ. നമുക്ക് യൂസേഴ്സിന് സ്വന്തമായിട്ട് CD-ROM ഡിസ്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ CD-R ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് ഒരു CD-R വാങ്ങി ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിട്ടുക. നമ്മൾക്കത് ഡാറ്റ റൈറ്റ് ചെയ്യാം. അത് പിന്നീട് അതൊരു CD-ROM ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം പിന്നെ ആർക്കും അത് അൾട്ടർ ചെയ്യാൻ പറ്റില്ല ഡാറ്റ. ഓക്കെ, അപ്പോൾ അത് യൂസേഴ്സിന് ഒരു CD-ROM ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ട ഡിസ്ക് ഏതാണ്? CD റെക്കോർഡബിൾ ഡിസ്ക് ആണ്, അല്ലെങ്കിൽ വോം ഡിസ്ക് ആണ് വാങ്ങിക്കേണ്ടത്. നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട ഡാറ്റ, നമ്മുടെ ആ സർഫസിൽ റെക്കോർഡ് ചെയ്യേണ്ട ഡാറ്റ മൾട്ടിപ്പിൾ റെക്കോർഡിംഗ് സെഷനിലായിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ അതെങ്ങനെയാണ്? ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്ത ഡാറ്റേൻ്റെ തുടർച്ചയായിട്ടാണ് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതിനെ അൾട്ടർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇനി അടുത്തതാണ് CD റീഡ് റൈറ്റ്. ഇനി നമ്മളെ CD-R പോലെ തന്നെയാണ്, നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്, സെയിം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെയാണ്. പക്ഷെ എന്താണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതൊക്കെ എന്താണ്? CD റീഡ് റൈറ്റ് ആണ്. അതായത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഉള്ള CD ഡ്രൈവിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും.
അതായത് അതിലേക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. അതായത് ഒരു CD റെക്കോർഡബിൾ ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അറ്റാച്ച് ചെയ്തുള്ളൊരു CD റെക്കോർഡബിൾ ഡ്രൈവ് വെച്ചിട്ട് നമുക്കതിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്തിട്ട് നമുക്കൊരു CD ROM ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിയാൽ മതി? CD റീഡ് റൈറ്റ് ആണ് വാങ്ങിക്കേണ്ടത്. ഡിസ്ക്കാണ് വാങ്ങിക്കേണ്ടത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ റെക്കോർഡിംഗ് സെഷൻസ് വെച്ചിട്ട് നമുക്ക് ഡാറ്റ അതിലേക്ക് റൈറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമ്മുടെ CDRW എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു മെറ്റാലിക് അലോയ് ലെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഡ്യൂറിങ് ബേൺ ആൻഡ് എറേസിൻ്റെ സമയത്ത് അതിൻ്റെ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്ന ഒരു മെറ്റാലിക് അലോയ് ലെയർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണത് നമ്മൾക്ക് എറേസ് ചെയ്തിട്ട് വീണ്ടും റൈറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നത്. അടുത്തതാണ് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് ഓർ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. നമ്മുടെ CD-ROM പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.7 GB to 8.5 GB വരെ വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് മൂവീസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ലാർജ് ഡാറ്റ. പിന്നെന്താണ്? ലാർജ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇത്രയും നോക്കിയാൽ മതി. ഇത്രയാണ് നമ്മളെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൻ്റെ സെഷൻ വരുന്നത്. എല്ലാവരും നോക്കുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക.